ചൈനയിലെ ഒരു ബസ് യാത്ര എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പൊ ഞാൻ ചൈനയിലെ ഒരു ബസ് സ്റ്റോപ്പിലാണ് വെയിറ്റ് ചെയ്യുന്നത്. ഈ കാണുന്നതാണ് ഈ ബസ് സ്റ്റോപ്പിൽ വരുന്ന ബസ്സുകളുടെ നമ്പേഴ്സ് ആണ്. ഇവിടെ ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെല്ലാം ബസ്സുകൾ ഏതെല്ലാം സമയത്ത് വരുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതാണ് ബസ് സ്റ്റോപ്പ്. ഇവിടെ ഒരു ഇരിപ്പിടം ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ലൈൻ വരച്ചിട്ടില്ലേ, ആ ലൈനിന്റെ ഉള്ളിൽ ബസ്സുകൾക്ക് മാത്രമേ നിർത്താനുള്ള പെർമിഷൻ ഉള്ളൂ. അവിടെ അല്ലാതെ കാറുകളൊക്കെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഫൈൻ ആക്കും. ബാക്ക് സൈഡിൽ എല്ലാ രാജ്യങ്ങളുടെയും ഫ്ലാഗുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ബസ്സിൽ ഫ്രണ്ടിലെ ഡോറിൽ കൂടെ കയറുകയും ബാക്കിലെ ഡോറിൽ കൂടെ ഇറങ്ങുകയുമാണ് ചെയ്യാറ്. ഒരു RMB കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ബസ് തുടങ്ങുന്ന സ്ഥലത്ത് നിന്ന് അതിൻ്റെ എൻഡിങ്ങിൽ വരെ നമ്മൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടി കഴിയും. ഇന്നത്തെ ബസ്സിലൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? ഞങ്ങൾ മലയാളികൾ മാത്രമായിരുന്നു ഈ ബസ്സിലുണ്ടായിരുന്നു. ഞങ്ങൾ കൂട്ടുകാരൊക്കെ ഒരുമിച്ച് ഒരു ബസ് യാത്ര നടത്താമെന്ന് വിചാരിച്ചു. ഞങ്ങളിങ്ങനെ പലപ്പോഴും അങ്ങനെ ഒരു യാത്ര പോകാറുണ്ട്. ഒരുപാട് സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇതുകൊണ്ട് ഇവിടെ ഒരു സ്റ്റോപ്പ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇറങ്ങേണ്ട സ്ഥലമായി കഴിയുമ്പോൾ നമ്മളതിൽ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചൈന വിശേഷങ്ങൾ. താങ്ക് യു ഫോർ വാച്ചിങ്.